അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ സിനിമകളുടെ പ്രൊമോഷൻ തന്നെ പടക്കങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പോലെയാണ്. പ്രൊമോഷന് വേണ്ടി ഇരിക്കുന്ന നടീനടന്മാരെല്ലാവരും തന്നെ നമ്മളോട് ഇൻഡയറക്ട്ലി ഈ പടം റിലീസിന് ശേഷം യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ റോസ്റ്റ് ചെയ്താൽ നിങ്ങൾ നല്ലപോലെ ആസ്വദിക്കുമെന്ന് പറയുന്ന പോലെയാണ് പ്രൊമോഷൻ മുന്നോട്ട് പോവുക. ധ്യാനിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ആപ് കേസേ ഹോ ഒരർത്ഥത്തിൽ ഒരുപാട് പേര് ഒന്ന് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ഒരു മീഡിയത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പടമാണ്. സിനിമയുടെ കഥയ്ക്ക് കാരണമായ ബേസിക് ഐഡിയ ബേസിക് ആയിട്ട് തന്നെ നിൽക്കുന്ന ഈ പടം തിയേറ്ററിനകത്ത് 2x സ്പീഡിൽ സിനിമ കാണാനുള്ള ഓപ്ഷൻ വേണമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. തൻ്റെ ഗേൾഫ്രണ്ടിനെ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോകുന്ന ക്രിസ്റ്റി എന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ നായകൻ. കാമുകിയോട് പെർമിഷനൊക്കെ ചോദിച്ച് അയാൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ബാച്ചിലർ പാർട്ടി സെറ്റ് ചെയ്യുകയാണ്. എല്ലാവരും വന്ന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയ ആ പാർട്ടിയുടെ അവസാനം കള്ളു കുടിച്ചതിൻ്റെ ആവേശത്തിൽ ക്രിസ്റ്റിയുടെ 2 സുഹൃത്തുക്കൾ ചില മണ്ടൻ തീരുമാനങ്ങൾ എടുക്കും. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരവാദിത്തമില്ലാതെ എടുത്തു വെച്ച സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആപ് കേസേ ഹോ എന്ന സിനിമ ഈ 2 കാര്യങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പടമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കാൻ പറ്റാത്ത തരം ഒരു സ്കാമാണ് ഈ പടം. TV ചാനലുകളുടെ സ്കിറ്റിൽ വരുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാർ അവരുടെ പാർട്ട്ണറെ പറ്റി പറയുന്ന സ്ഥിരം സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു ആദ്യ പകുതിയാണ് ഈ സിനിമയ്ക്കുള്ളത്. കുറേ വെള്ളമടിയും പുകയും ഒക്കെ കാണിച്ചതിന് ശേഷം പ്രധാന ഇവൻറ്റിലേക്ക് സിനിമ നീങ്ങും. പക്ഷേ അവിടെയും വളരെ സിമ്പിളായ ഒരു കോൺഫ്ലിക്റ്റിനെ കോമഡിയൊക്കെ ആയിട്ട് വലിപ്പിച്ച് പ്രേക്ഷകരെ ധ്യാൻ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ വെറുപ്പിക്കും. ഒരു നല്ല കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏത് സിനിമയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നത് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. ഈ സിനിമയിലും നായകൻ അകപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ആ സിറ്റുവേഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള രീതി കണ്ടാൽ തന്നെ ഏറെക്കുറെ ഊഹിക്കാൻ സാധിക്കും ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഇരുന്ന് എഴുതി ചേർത്തിട്ടുള്ള കഥാസന്ദർഭങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. പാട്ടുകളൊക്കെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട്. ആകപ്പാടെ 1 മണിക്കൂർ 45 മിനിറ്റ് മാത്രമുള്ള സിനിമയിൽ ഇനിയും വെട്ടിക്കളയാൻ സാമാന്യം നല്ലപോലെ സീനുകളുണ്ട്. സ്വന്തം രചനയിലുള്ള സിനിമയിൽ ഒരു നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ ടൈപ്പ് ക്യാരക്ടറാണ് ധ്യാൻ ചെയ്തിരിക്കുന്നത്. മണ്ടന്മാരായ സുഹൃത്തുക്കളെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കഴിവുള്ള ഇയാളെ പഞ്ചപാവമാക്കാൻ വേണ്ടി ധ്യാൻ പിടിക്കുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ സ്ക്രീനിൽ വളരെ ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. ജീവയും ദിവ്യദർശനും അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ വെറുപ്പിക്കൽ കഥാപാത്രങ്ങളാണ്. എല്ലാവർക്കും അവർ വെറുപ്പിക്കലായി തന്നെ തോന്നാൻ വേണ്ടി പെർഫോമൻസും രണ്ടുപേരും വെറുപ്പിക്കലാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ വരുന്ന രമേഷ് പിഷാരടി ചില സീനുകളിൽ സ്കോർ ചെയ്യുന്നുണ്ട്. എന്നാൽ കഥാദാരിദ്ര്യം നേരിടുന്ന സിനിമ പുള്ളിയെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ബോറാക്കുന്നുണ്ട്. അജു വർഗീസിന്റെ പെർഫോമൻസ് ചില സീനുകളിൽ വളരെ റഫായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വലിച്ചു നീട്ടി കുളമാക്കുന്ന സ്ക്രിപ്റ്റ് ആ പെർഫോമൻസിനെയും തല്ലിക്കെടുത്തുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ചുമ്മാ വിസിറ്റ് ചെയ്ത എല്ലാവർക്കും ധ്യാൻ ശ്രീനിവാസൻ റോൾ കൊടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ സങ്കടം തോന്നിയത് നവാസ് വള്ളിക്കുന്ന്, അബിൻ ബിനു എന്നിവരെ ഓർത്തിട്ടാണ്. ഇത്രയും കഴിവുള്ള 2 പേരുടെ കഴിവിനെ ഇൻസൾട്ട് ചെയ്യുന്ന ടൈപ്പ് കഥാപാത്രങ്ങളാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് പ്രൊഡക്ഷൻ പകുതി എത്തിയപ്പോൾ എന്നാൽ പിന്നെ റിലീസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഇറക്കി വിട്ട സിനിമയാണ് ആപ് കേസേ ഹോ എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. ഈ സിനിമയുടെ തുടക്കത്തിൽ ധ്യാൻ, ജീവ, ദിവ്യദർശൻ എന്നിവരുടെ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് സ്ക്രീന് ഫ്രീസ് ആകുന്നുണ്ട്. സ്ക്രീനിൽ ആ കഥാപാത്രങ്ങളുടെ പേര് എഴുതി കാണിക്കാൻ വേണ്ടി സംവിധായകൻ വിനയ് ജോസ് ശ്രമിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നെങ്കിൽ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് ഭാവി തിരിച്ചറിഞ്ഞ് ആ സീനുകളിൽ ഗ്രാഫിക്സ് വെച്ച് പേരെഴുതി പൈസ കളയണ്ട എന്ന് വിചാരിച്ച് അവരത് അങ്ങനെ വിട്ടു. അല്ലെങ്കിൽ ഈ സിനിമ എടുത്തു വെച്ചവരുടെ ഒരു ഉഴപ്പ് നോക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയവരോട് തന്നെ ആ കാര്യം മറന്നുപോയി കാണും. തിയേറ്ററുകളിൽ ആൾ കയറാത്ത, നിർമ്മാതാക്കൾ സമരം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ച് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വെറുപ്പിക്കൽ പടച്ചുവിടാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. ഏതായാലും ഈ സിനിമയിലെ കള്ളും കഞ്ചാവും ഉള്ള സീനുകൾ കണ്ട് യുവാക്കൾ വഴിതെറ്റാൻ സാധ്യതയില്ല. കള്ളു കുടിച്ചാൽ ഇതിലുള്ള കഥാപാത്രങ്ങളെ പോലെ മണ്ടന്മാരും വെറുപ്പിക്കലുകളും ആകുമോ എന്ന് പേടിച്ച് ആരെങ്കിലും ചിലപ്പോൾ ആ ശീലങ്ങൾ നിർത്താൻ സാധ്യതയുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്